ഹലോ കൂട്ടുകാരെ, വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എനിക്ക് ഇന്ന് കുറച്ച് അയല മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു മീൻ കറി തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഇതുപോലെ മീൻ നമുക്ക് കഴുകിയെടുത്തിട്ട് അതിൽ കുറച്ച് പുളിയും ഉപ്പും ഇട്ട് വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഇനി ചമ്മന്തി തയ്യാറാക്കുന്നതിനേക്കായിട്ട് കുറച്ച് തേങ്ങ, പിന്നെ കറിവേപ്പില, പിന്നെ പച്ചമുളക്, ഉള്ളി ഇതെല്ലാം എടുക്കാം. വെളുത്തുള്ളി. അതിനുശേഷം അതിലോട്ട് കുറച്ച് ഉലുവാപ്പൊടി, പൊടിച്ചത് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ മുഴുവൻ. മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി. മുളക് നമുക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് കൊച്ചുള്ളിയുടെ എണ്ണ വേണമെങ്കിൽ കുറച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. വെളുത്തുള്ളിയും ഇഞ്ചി വേണമെങ്കിൽ ചേർക്കാം. ഇതിന് ശേഷം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. ഇപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ കഴുകി വച്ചിരിക്കുന്ന മീൻ ഇതിലോട്ട് ചേർക്കാം. അതിനുശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി, അതിൽ എത്രയാണോ നമുക്ക് ആവശ്യത്തിന് വെള്ളം എന്നുവെച്ചാൽ മീൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് അതിലോട്ട് വെള്ളം ചേർക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, പിന്നെ കുറച്ച് തക്കാളി ചേർക്കാം, പച്ചമുളക്, നല്ല പച്ച മാങ്ങയൊക്കെ കിട്ടുമെങ്കിൽ നമുക്കിതിലോട്ട് ചേർത്ത് എടുക്കാം. അപ്പം നല്ലൊരു പുളിരസമൊക്കെ കിട്ടും. ആവശ്യത്തിന് എത്രയാണോ ഉപ്പ് അതെല്ലാം ചേർത്ത് കറിവേപ്പിലയൊക്കെ ചേർത്ത് നമുക്ക് ഒരു 10 മിനിറ്റ് നന്നായിട്ട് വേവിക്കുക. ഇതുപോലെ മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നമ്മൾ മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും മറ്റേ പാത്രങ്ങളിൽ വയ്ക്കുന്നതിനേക്കാളും. അപ്പോൾ അത് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിന് ചാറൊക്കെ കുറച്ച് വറ്റി വരുന്നത് വരെ നമുക്കിത് കുറുക്കിയെടുക്കാം. ഞാൻ ഇതിൽ കടുക് വറുത്തിട്ടില്ല. ഏകദേശം വന്ന് നമ്മൾ ചാറൊക്കെ നന്നായിട്ട് വറ്റി വരുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിൽ കടുക് വറുത്ത് ഇതിലോട്ട് ചേർത്താൽ നല്ല മണമായിരിക്കും. അപ്പോൾ ഇതാ നല്ല തിളച്ച് ചാറൊക്കെ കുറച്ച് വറ്റി വന്നിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ബായ്.